ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിത് മാമാർന്ന് പോണ വീഡിയോ ആണിട്ടത്. ഇത് കുറച്ചായാലും എടുത്ത് വെച്ചിട്ട് ഞാൻ ഇടാൻ ഇങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് എത്ര ദിവസമായി ഇടാൻ. അപ്പോൾ അവിടുന്ന് വരുന്ന വീഡിയോ ആണിട്ടത്. ഞങ്ങൾ മാമിരെ ഏഴിനാണ് ഇങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഏഴിൻ്റെ ആവശ്യം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. ചൊന ഇപ്പം എണീക്കുന്നുള്ളൂ അയച്ചോനെ, ഇപ്പം എണീച്ചിനുള്ളൂ അയച്ചോന്. എന്തെങ്കിലും കൊടുക്കണം. ചെക്കന് ഇപ്പം എണീറ്റിട്ടുള്ളൂ. ആര് വിച്ചണേ അങ്ങനെ. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി പോയിട്ട് മോനിക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് വേണം അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ കുറച്ചൊക്കെ ചെയ്ത് കൊടുത്ത് തേങ്ങ ഇറക്കി കൊടുക്കൽ അങ്ങനത്തെ പണികളൊക്കെ കഴിച്ച്. പിന്നെ ഇനി വെള്ളം കൊടുക്കണം. ആൾക്കാർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് അവിടെ. നമ്മളെ കൊണ്ട് പറ്റണ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇവനാണെന്നുണ്ടെ കരച്ചില്ല തന്നെ. ഇവനും മടയിൽ ഏൽപ്പിച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ. കഴിഞ്ഞാ അപ്പം മട കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വെല്ലിപ്പാട പോയിട്ട് മോനിക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ. അവിടെ അടുത്ത് തന്നെ വെല്ലിപ്പാട വീട് കേട്ടാ. അപ്പം അവിടെ എന്നുണ്ടെങ്കിൽ മാമാടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ മുട്ടപ്പത്തിരി മേടിച്ചിരിക്കുക. അപ്പം അത് ഇവൻ കഴിക്കൂല. അപ്പം ഇവിടെ പോയിട്ട് കൊടുക്കാൻ വിചാരിച്ച് എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ ഒന്ന് വിളിച്ചിട്ടാ. അതാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. എന്താ വെച്ചാൽ ചെല്ലാൻ പറഞ്ഞിട്ട് വെച്ചാൽ ഞാൻ ഇപ്പോൾ വെല്ലിപ്പാടക്ക് പോകുന്നുണ്ടല്ലോ, ആ വെല്ലിപ്പാട മോള് അപ്പോൾ പൊറോട്ട എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം. കടൽ കണ്ടില്ല, ഇത്ര അടുത്തൊന്നും ആയിരുന്നില്ല. ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് കടൽ കൂടി. വീട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് വീട്. അത്രയും അടുത്താണ് കടൽ നിൽക്കുക. കടലിൻ്റെ ഒക്കെ വരവ് കണ്ടില്ല. അതെ, കടലിൻ്റെ അവസ്ഥ ഇപ്പോൾ കാണിച്ചു തരാം. ഇത്രയും അടുത്തായിട്ടാണ് കടൽ. കാർപ്പായുള്ള കാരണം എനിക്ക് കാണില്ല. കടൽ കണ്ടില്ലേ, ഇത്രയും അടുത്താണ് വീട് നിൽക്കുന്നത്. അപ്പം നിച്ചുമോൻ കഴിച്ചില്ല കേട്ടോ. പൊറോട്ട ആയിരുന്നു അവിടെ. അപ്പം ഞാൻ കഴിച്ച്. എനിക്കാണ് നല്ല വിശപ്പുണ്ടായി. അപ്പം ഞാൻ കഴിച്ചിട്ടുണ്ടായി. പിന്നെ നിച്ചുമോനിക്ക് എന്തെങ്കിലും റസ്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം. പോയിട്ട് വരാം. അപ്പോൾ ഇതവിടെ ആവശ്യത്തിന് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അയൽവാസികളും അങ്ങനെ വേണ്ടപ്പെട്ടവരൊക്കെ ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടുത്തെ ആവശ്യം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അളിയനും കാറിലാണ് വന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവരെ കൂടെ പോരാന്ന് വിചാരിച്ചു. ഞങ്ങൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാറിൽ വരുമെന്ന്. അപ്പോൾ ബസ്സിന് വരികയാണെങ്കിൽ അവർ വണ്ടിമ്മ വരുമല്ലോ എന്ന് വിചാരിച്ചിരുന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ ബസ്സിന് പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അവർ കാറായിട്ട് വന്നപ്പോൾ പിന്നെ അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അപ്പോഴേ ഞങ്ങൾ പോവേണ്ട. പോണ ടൈമിലും ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. ഇങ്ങനെ അവരോടൊക്കെ സമ്മതം എടുത്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായി, കരച്ചിലും പറയലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിലപ്പോൾ 15-ന് എന്തായാലും പോകണം ഇനിയൊരു ദിവസം. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു കല്യാണം ഉണ്ട് അവിടെ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് എന്തായാലും പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഉത്താൻക്കല്ല കുഞ്ഞാറ്റക്ക് ചെവി വേദന ആയിട്ട് ഭയങ്കര ബഹളയും കരച്ചിലൊക്കെ ആയിരുന്നു. അതാണ് കൂടുതലും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അവളെ ഹോസ്പിറ്റലിലൊന്നും കാണിക്കാണ്ടായിരുന്നു. അപ്പോൾ അവിടെ തൃശ്ശൂർ ദയയിലാണ് കാണിച്ചത്. ദയയിൽ തന്നെ തോന്നുന്നു കാണിച്ചത്. അവിടെ തന്നെ കാണിച്ചത്. അപ്പോൾ അതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതുവരെ കാറിലൊക്കെ ഇരുന്ന്, ഞാനും നിച്ചും ഉമ്മയും കൂടെ കാറിലൊക്കെ ഇരുന്ന്. പിന്നെ ഇവനായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ടായില്ലേ, ശരിയാവില്ല. എന്താ വെച്ചാൽ ഇങ്ങനെ ഓടി നടക്കലോ ആകെ ബഹളമായിരിക്കും. പിന്നെ അവൻ്റെ ബാക്കിൽ ഞാൻ ഓടി കളിക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം അവനെയും കൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. അപ്പോഴത്തേ ഞങ്ങളിപ്പോൾ ഏകദേശം എത്താറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഷോപ്പൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഷോപ്പൊക്കെ എത്താറായെന്ന് തോന്നുന്നുണ്ട്. ആ ഭാഗമൊക്കെ എത്തിയിരിക്കണം. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് പിന്നെ നമുക്ക് എന്തായാലും ഒരേ ദാഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ എന്തായാലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അളിയന് വണ്ടി സ്ഥലം എത്തിയിട്ടും വണ്ടി നിർത്തിയില്ല. എന്നിട്ട് ഫ്രണ്ടിലേക്ക് പോയി നോക്കുമ്പോൾ വിചാരിച്ചൊന്നും കിട്ടിയില്ല. ജ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടിയില്ല.
അപ്പം അത് കാരണം ഞങ്ങൾ ഇതേ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കിട്ടാണ്ടായപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടെ നിർത്തിയപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതേ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം കണ്ടാലറിയാലോ നമ്മളെ ഭാഗം എത്തിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റിൽ പറയാൻ മറക്കരുത്. പിന്നെ നമ്മളെ ചാനലൊന്ന് എല്ലാവർക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്തായാലും ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.